വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ആശകളായിരം എന്ന ഫാമിലി ചിത്രം റിലീസായിരിക്കുന്നു. 2003 റിലീസായ എന്റെ വീട് അപ്പൂന്റെയും എന്ന ചിത്രമാണ് ജയറാമും മകൻ കാളിദാസും ഒരുമിച്ചഭിനയിച്ച ഒടുവിലത്തെ ചിത്രം. അതിൽ കാളിദാസിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കരസ്ഥമാക്കി എന്നത് ഇപ്പോഴത്തെ യുവജനതയ്ക്ക് അറിയാൻ കഴിയില്ല. 22 വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛനും മകനും ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഫാമിലി കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഇമോഷണൽ രംഗങ്ങൾ നിരവധിയുണ്ട്. ജൂഡ് ആന്റണി ജോസഫും അരവിന്ദ് രാജേന്ദ്രനും ചേർന്ന് എഴുതിയ കഥ സത്യൻ അന്തിക്കാട് സ്റ്റൈലിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ജി പ്രജിത്താണ്. ഹിറ്റ് സിനിമയായ ഒരു വടക്കൻ സെൽഫി സംവിധാനം ചെയ്തത് അദ്ദേഹമാണ്. സമൃദ്ധ സുനിൽ ഒരു ഗ്യാപ്പിന് ശേഷം അഭിനയിച്ച സിനിമ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതും പ്രജിത്ത് സംവിധാനം ചെയ്ത സിനിമയാണ്. പഴയകാല ജയറാം സിനിമകളുടെ വൻ വിജയവും ഇടയ്ക്ക് വന്നുപോയ അയാളുടെ സിനിമകളുടെ ശരാശരി വിജയവുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ സത്യൻ അന്തിക്കാട്, കമൽ എന്നിവരുടെ സിനിമകളിൽ അഭിനയിച്ചതുപോലെ ജയറാമിന്റെ ഒരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. ആശകളായിരത്തിൽ എന്തെല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ഫാമിലി ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പിന്നെ അച്ഛൻ മകൻ കോംബോ. ജയറാം കാളിദാസ് കോംബോ വർക്കായിട്ടുണ്ടോ? ഉണ്ട്, വർക്കായിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന രീതിയിലും രസകരമായിട്ടുണ്ട്. ജയറാമും ഷറഫുദ്ദീനും ആശാ ശരത്തും നന്നായിട്ട് അഭിനയിച്ചു. അഭിനയമോഹിയായ മകന്റെ റോളിൽ കാളിദാസും നന്നായി അഭിനയിച്ചു അല്ലേ? ഈ സിനിമയിലെ ചില രംഗങ്ങൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലെ അച്ഛനെയും മകനെയും ഓർമ്മിപ്പിച്ചേക്കാം. നല്ല നടൻ ഇപ്പോഴും അപ്പൻ തന്നെ എന്ന അതിലെ ജയറാമിന്റെ ഡയലോഗ് കാളിദാസ് ഇപ്പോൾ ജയറാമിനോട് പറയുന്നു. ത്രില്ലറുകളും ആക്ഷൻ സിനിമകളും നിറയുന്ന ഇക്കാലത്ത് കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാവുന്ന കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനറാണ് ആശകൾ 1000.